ഹലോ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സിലെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. ഇവിടെ 3 പാർട്ട്ണറാണുള്ളത്, എയും ബിയും സിയും. അതിലൊരു പാർട്ട്ണർ റിട്ടയർ ചെയ്തു പോകുന്നു. അപ്പോൾ എന്താണ് ന്യൂ റേഷ്യോ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എ ബി സിൻ്റെ അതായത് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4:3:2 ആണ്. ബി എന്ന വ്യക്തിയാണ് റിട്ടയർ ചെയ്യുന്നത്, അതായത് 3/9 എന്ന ഷെയറുള്ള വ്യക്തി ബി റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ഷെയർ 3:2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ബി റിട്ടയേഴ്സ് ആൻഡ് ഹിസ് ഷെയർ വാസ് ടേക്കൺ അപ്പ് ബൈ എ ആൻഡ് സി. ബി റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ഷെയർ എയും സിയും ആണ് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? 3:2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4:3:2 എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ ആണ്. 3:2 എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ അല്ല, അവർ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ ആണ്. നിങ്ങളോട് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ഷെയർ പ്ലസ് ഷെയർ ഫ്രം ബി. ഇവരുടെ ഓൾഡ് ഷെയറും ഈ റിട്ടയർ ചെയ്തു പോകുന്ന വ്യക്തി ബിയുടെ ഷെയർ എന്ത് ചെയ്യണം? ഈ 2 പേരും ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഷെയറും കൂട്ടിയതാണ് പുതുതായിട്ടുള്ള ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. എ ടേക്സ് എന്നാൽ എ ഏറ്റെടുക്കുന്നത് എത്രയാണ്? ഇവരുടെ റിട്ടയർ ചെയ്തു പോകുന്ന വ്യക്തിയുടെ ഷെയർ എത്രയാണ്? 3/9 ആണ്. ആ 9ൻ്റെ 3/5 ഭാഗം ആര് ഏറ്റെടുക്കണം? എ ഏറ്റെടുക്കണം. അതാണ് എ ടേക്സ് 3/5 ഓഫ് 3/9 എന്ന് എഴുതിയത്. അത് ആദ്യം കണ്ടുപിടിക്കണം. ഈ 3/5 എന്ന് പറയുന്നത് ഇവർ റിട്ടയർ ചെയ്ത് പോയതിന് ശേഷമുള്ള എയുടെയും സിയുടെയും റേഷ്യോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, 3:2. അത് വെച്ചിട്ടാണ് റിട്ടയർ ആയ വ്യക്തിയുടെ ഷെയർ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഈ എ ഏറ്റെടുക്കുന്നത് എ ടേക്ക് 3/5 ഓഫ് 3/9 റിട്ടയർ ആയ വ്യക്തിയുടെ ഷെയർ, അതിൻ്റെ 3/9ൻ്റെ 3/5 ആണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 3/5 ഇൻറ്റു 3/9. അപ്പോൾ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3 9, 5 × 9 45. അതേപോലെ സി ഏറ്റെടുക്കുന്നതും എഴുതണം. സി ഏറ്റെടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? 2/5 ഓഫ് ബി റിട്ടയർ ചെയ്ത വ്യക്തിയുടെ ഷെയർ 3/9. അത് ഇതേ നേരത്തെ ചെയ്ത പോലെ 2 × 3 6, 5 × 9 45. അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് ന്യൂ റേഷ്യോ കാണേണ്ടത് എങ്ങനെയാണ്? ന്യൂ റേഷ്യോ കാണേണ്ടത് ഓൾഡ് റേഷ്യോ പ്ലസ് ഷെയർ ഫ്രം ബി. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ റേഷ്യോ എൻ്റെതാണ് കണ്ടുപിടിക്കുന്നത്. എയുടെ ന്യൂ റേഷ്യോ, അപ്പോൾ എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് 4/9 പ്ലസ് ഷെയർ ഫ്രം ബി, അതായത് എ ബിയുടേത് ഏറ്റെടുത്തത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 9/45. ഓക്കെ, ഇനി അതെങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് നോക്കാം. 45ഉം 9ഉം നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? 45ന് ഇവിടെ എടുത്തെഴുതുക. 45 ഡിനോമിനേറ്ററിന് ആദ്യം അതേപോലെ എടുത്തെഴുതിയിട്ട് ഈ 45 9ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം അല്ലേ. 9 45, 5 × 9 ആണ് 45 എന്ന് വരുന്നത്. ഈ 45ൽ 9 5 പ്രാവശ്യം പോകുന്നുണ്ട്. ആ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 4 ആയി 4 20 പ്ലസ് ഇവിടെ ഏതാണോ സംഖ്യ പ്ലസ് ചെയ്യേണ്ടത് അത് ഇവിടെ ഇട്ട് കൊടുക്കുക. 20 + 9 29 ഡിവൈഡഡ് ബൈ 45. അതാണ് എയുടെ ന്യൂ റേഷ്യോ. ഇനി ന്യൂ ഷെയർ ഓഫ് സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 2/9 പ്ലസ് അവർ ബിയുടെ ഏറ്റെടുക്കുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 6/45. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ 45നെ ഡയറക്റ്റ് ഇവിടെ ഇടുന്നു. 45ൽ എത്ര പ്രാവശ്യം 9 പോകുന്നു? 5 പ്രാവശ്യം.
ആ 5നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 2 10, 10 + 6 16. അതാണ് ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ?